രണ്ടുപേര് തമ്മിൽ സംസാരിക്കുന്നു. ഇത് കേട്ടിട്ട് വേറൊരാളുടെ അടുത്ത് പോയി പറയുന്നു. ഇത് പരദൂഷണമല്ല, ഇതാണ് റിപ്പോർട്ടഡ് സ്പീച്ച്. ഹായ് ഓൾ, വെൽക്കം ടു എഗേരിയാസ് വെസൽ ആൻഡ് ദിസ് വീഡിയോ ഇസ് ഓൾ അബൌട്ട് റിപ്പോർട്ടഡ് സ്പീച്ച്. ഒരാൾ പറഞ്ഞ കാര്യം മറ്റൊരാളുടെ അടുത്ത് പറയുന്നതിനെയാണ് റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഡയറക്റ്റ് സ്പീച്ചായോ ഇൻഡയറക്റ്റ് സ്പീച്ചായോ പ്രസൻറ്റ് ചെയ്യാം. ഡയറക്റ്റ് സ്പീച്ചിൽ കൊട്ടേഷൻ മാർക്സ് ഉപയോഗിച്ച് പറഞ്ഞ കാര്യം അതേപോലെ പ്ലേസ് ചെയ്യുന്നു. എന്നാൽ ഇൻഡയറക്റ്റ് സ്പീച്ചിൽ കൊട്ടേഷൻ മാർക്സ് ഉപയോഗിക്കുന്നില്ല. മാത്രമല്ല, കേട്ടതിൻ്റെ അർത്ഥമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. എക്സാമ്പിൾ നോക്കുക. ഷീ സെഡ് ഐ ആം ഹാപ്പി. ഇത് ഡയറക്റ്റ് സ്പീച്ചാണ്. ഐ ആം ഹാപ്പി എന്ന് അവൾ പറഞ്ഞു, അത് അതുപോലെ എഴുതിയിരിക്കുന്നു. ഇനി ഇൻഡയറക്റ്റ് സ്പീച്ച് നോക്കാം. ഷീ സെഡ് ദാറ്റ് ഷീ വാസ് ഹാപ്പി. കൊട്ടേഷൻ മാർക്സ് ഇല്ല, ഐ മാറി ഷീ ആകുന്നു. കാരണം അവളെക്കുറിച്ചാണ് പറയുന്നത്, അല്ലാതെ റിപ്പോർട്ട് ചെയ്യുന്ന നമ്മളെക്കുറിച്ചല്ല. ആം മാറി വാസ് വരുന്നു, കാരണം അത് നേരത്തെ പറഞ്ഞതാണ്, അത് നമ്മളിപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇനി ഡയറക്റ്റ് സ്പീച്ച് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കാം. 1. കൊട്ടേഷൻ മാർക്സ് എടുത്തു കളയുക. 2. ശരിയായ റിപ്പോർട്ടിംഗ് വേർബ് ഉപയോഗിക്കുക. 3. ദാറ്റ് വേണ്ടിടത്ത് ഉപയോഗിക്കുക. ദാറ്റിന് പകരം ടു യൂസ് ചെയ്യുന്ന കേസസ് ഉണ്ട്. 4. പ്രോനൗൺസ് മാറ്റുക. 5. ടെൻസ് ആവശ്യത്തിനനുസരിച്ച് മാറ്റുക. 6. ടൈം ഓർ പ്ലേസ് കാണിക്കുന്ന വേർഡ്സ് മാറ്റുക. 1. പ്രോനൗൺസ് എങ്ങനെ മാറുന്നു എന്ന് നോക്കാം. ഐ മാറി ഹി ഓർ ഷീ ആകും. മീ ഹിം ഓർ ഹെർ ആകും. മൈ ഹിസ് ഓർ ഹെർ ആകും. മൈൻ ഹിസ് ഓർ ഹേഴ്സ് ആകും. വി ദേ ആകും. അസ് ദെം ആകും. ആസ് ദേഹേഴ്സ് ആകും. ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺസ് ആണ് ദിസ് അല്ലെങ്കിൽ ദീസ്. ദിസ് മാറി ദാറ്റ് ആകും. ദീസ് മാറി ദോസ് ആകും. ഇതൊക്കെയാണ് പ്രൊനൗൺസിലുണ്ടാകുന്ന പ്രധാനപ്പെട്ട ചേഞ്ചസ്. അടുത്തതായി ടൈമിലും പ്ലേസിലുമുള്ള ചേഞ്ചസ് നോക്കാം. ടൈമിൽ നൗ മാറി ദെൻ വരും. ടുഡേ ദാറ്റ് ഡേ ആകും. ടുമോറോ ദ നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ ദ ഫോളോയിങ് ഡേ വരും. യെസ്റ്റർഡേ ദ പ്രീവിയസ് ഡേ അല്ലെങ്കിൽ ദ ഡേ ബിഫോർ ആകും. ലാസ്റ്റ് നൈറ്റ് ദ പ്രീവിയസ് നൈറ്റ് അല്ലെങ്കിൽ ദ നൈറ്റ് ബിഫോർ ആകും. നെക്സ്റ്റ് വീക്ക് ദ ഫോളോയിങ് വീക്ക് അല്ലെങ്കിൽ ദ നെക്സ്റ്റ് വീക്ക് ആകും. ലാസ്റ്റ് മന്ത് ദ പ്രീവിയസ് മന്ത് അല്ലെങ്കിൽ ദ മന്ത് ബിഫോർ ആകും. നെക്സ്റ്റ് ഇയർ ദ ഫോളോയിങ് ഇയർ അല്ലെങ്കിൽ ദ നെക്സ്റ്റ് ഇയർ ആകും. ഇനി പ്ലേസ് വേർഡ്സ് ചേഞ്ച് ചെയ്യുന്നത് നോക്കാം. ഹിയർ ദെയർ ആകും. ദിസ് ദാറ്റ് ആകും. ദീസ് ദോസ് ആകും. ടെൻസ് ഫോംസിലുള്ള മാറ്റങ്ങളെ സിമ്പിളായി പറഞ്ഞാൽ പ്രസൻറ്റ് ടെൻസ് എല്ലാം അതാത് പാസ്റ്റ് ടെൻസ് ആകും. പാസ്റ്റ് ടെൻസ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസുകളാകും. ജസ്റ്റ് റിമെമ്പർ, റിപ്പോർട്ടഡ് സ്പീച്ചിൽ എപ്പോഴും പാസ്റ്റ് ഫോം യൂസ് ചെയ്യുക. സിമ്പിൾ പ്രസൻറ്റ് സിമ്പിൾ പാസ്റ്റ് ആകും. പ്രസൻറ്റ് കണ്ടിന്യൂസ് പാസ്റ്റ് കണ്ടിന്യൂസ് ആകും. പ്രസൻറ്റ് പെർഫെക്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് ആകും. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആകും. സിമ്പിൾ പാസ്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് ആകും. പാസ്റ്റ് കണ്ടിന്യൂസ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആകും. പാസ്റ്റ് പെർഫെക്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസുകൾക്ക് ടെൻസിൽ മാറ്റമുണ്ടാകുന്നില്ല. ഫ്യൂച്ചർ ടെൻസിൽ വില്ലിന് പകരം വുഡാകും. ഷാൽ ഷുഡാകും. ക്യാൻ കുഡാകും. മേ മൈറ്റ് ആകും. നമുക്കിത് എക്സാമ്പിൾസ് വെച്ച് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഷീ സെഡ് ഐ പ്ലേ ദ പിയാനോ. ഇതിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടുന്നത് കൊട്ടേഷൻസും റിമൂവ് ചെയ്തിട്ട് അവിടെ ദാറ്റ് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഷീ സെഡ് ദാറ്റ് വരും. ഇനി നമുക്ക് ടെൻസ് നോക്കാം. ഇതൊരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലുള്ള സെൻറ്റൻസ് ആണ്. ഐ പ്ലേ ദ പിയാനോ. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആയതുകൊണ്ട് അതിൻ്റെ തന്നെ പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റുക, അതായത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആക്കുക. അവിടെ പ്ലേ എന്നത് മാറി പ്ലേഡ് എന്ന് വരും. ഇനി നമുക്കിവിടെ ഒരു പ്രോനൗൺ ഉണ്ട്. ഐ എന്നതാണ് അവിടുത്തെ പ്രോനൗൺ. ഐ എന്ന് പറയുന്നത് ഷീയെ തന്നെയാണ് റെഫർ ചെയ്യുന്നത്. അതുകൊണ്ട് ഐ മാറി അവിടെ ഷീ വരണം. ഓക്കെ, സോ ഷീ സെഡ് ദാറ്റ് ഷീ പ്ലേഡ് ദ പിയാനോ എന്ന് വരും. സെക്കൻഡ് വൺ. രാഹുൽ സെഡ് ഐ ആം പ്രിപ്പയറിംഗ് ഫോർ മൈ എക്സാംസ്. ഇവിടെയും ആദ്യം തന്നെ കൊട്ടേഷൻ മാർക്സ് റിമൂവ് ചെയ്യുക, ദാറ്റ് ആഡ് ചെയ്യുക. പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്, പാസ്റ്റ് കണ്ടിന്യൂസ് ആക്കുക. സോ ആം മാറി വാസ് വരും. 2 പ്രോനൗൺസ് ഉണ്ട്. ഐ മാറി ഹീ വരും. മൈ മാറി ഹിസ് ആകും. സോ രാഹുൽ സെഡ് ദാറ്റ് ഹീ വാസ് പ്രിപ്പയറിംഗ് ഫോർ ഹിസ് എക്സാംസ് എന്ന് വരും. അടുത്ത സെൻറ്റൻസ് നോക്കാം. മദർ സെഡ് ഐ ഹാവ് ക്ലീൻഡ് ദ കിച്ചൺ. ഇവിടെ മദർ സെഡ് എന്നുള്ളത് മദർ സെഡ് ദാറ്റ് ആകും.
ഐ മാറി ഷീ വരും. പ്രസൻറ്റ് പെർഫെക്റ്റ് മാറി പാസ്റ്റ് പെർഫെക്റ്റ് വരും. ദ ആൻസർ ഇസ് മദർ സെഡ് ദാറ്റ് ഷീ ഹാഡ് ക്ലീൻഡ് ദ കിച്ചൺ. ഇനി പാസ്റ്റ് ടെൻസിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ദേ സെഡ് വി വർ വെയിറ്റിംഗ് ഫോർ ദ ബസ്. ഇത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ള ഒരു സെൻറ്റൻസ് ആണ്. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ളതിനെ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ് ആക്കേണ്ടുന്നത്. അതുപോലെ പ്രോനൗൺ വി മാറ്റി ദേ ആക്കണം. ദേ സെഡ് ദാറ്റ് ദേ ഹാഡ് ബീൻ വെയിറ്റിംഗ് ഫോർ ദ ബസ്. ഇനി ഫ്യൂച്ചർ ടെൻസിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഫാദർ സെഡ് ഐ വിൽ ബൈ എ ന്യൂ ലാപ്ടോപ്പ് നെക്സ്റ്റ് മന്ത്. പ്രോനൗൺ ഐ മാറ്റി ഹീ ആകും. ടൈം ഇൻഡിക്കേറ്റ് ചെയ്യുന്ന വേർഡ് നെക്സ്റ്റ് മന്ത് മാറി ദ ഫോളോയിങ് മന്ത് ആകും. ആൻഡ് വിൽ മാറി വുഡ് ആകും. So here is the answer. Father said that he would buy a new laptop the following month. ഇനി ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് അല്ലെങ്കിൽ പ്രോവേർബ് എങ്ങനെ റിപ്പോർട്ട് ചെയ്യാം? ഫാക്ട്സ്, സയൻറ്റിഫിക് ട്രൂത്ത്സ്, പ്രോവേർബ്സ്, ഹാബിച്വൽ ആക്ഷൻ എന്നിവയ്ക്ക് ടെൻസ് ചേഞ്ച് ആവശ്യമില്ല. കാരണം അത് എപ്പോഴും അതുപോലെ തന്നെ നിലനിൽക്കുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ഷീ സെറ്റ് വാട്ടർ ബോയിൽസ് അറ്റ് 100 degrees Celsius. റിപ്പോർട്ട് ചെയ്യുമ്പം കൊട്ടേഷൻ ഡ്രോപ്പ് ചെയ്ത് ദാറ്റ് കൊടുത്താൽ മതി. She said that water boils at 100 degrees Celsius. The teacher said honesty is the best policy. ഇവിടെയും ടെൻസ് ചേഞ്ച് ഇല്ല. The teacher said that honesty is the best policy. ഇനി ഹാബിച്വൽ ആക്ഷൻ്റെ കേസ് നോക്കാം. She said I walk every day എന്നത് രണ്ട് രീതിയിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യാം. ആ ആക്ഷൻ ഇപ്പോഴും റെഗുലറായി നടക്കുന്നുവെങ്കിൽ you need not change tense. She said that she walks every day. ഇനി ആ ആക്ഷൻ പാസ്റ്റിൽ മാത്രമായിരുന്നു റെഗുലർ എങ്കിൽ ചേഞ്ച് ടു സിമ്പിൾ പാസ്റ്റ്. ഫോർ എക്സാമ്പിൾ, ഷീ സെഡ് ദാറ്റ് ഷീ വാക്ക്ഡ് എവറി ഡേ. ഇനി റിപ്പോർട്ടിംഗ് വെർബ് സെസ് വരുന്ന കേസ് നോക്കാം. അങ്ങനെ വരുമ്പോഴും സെൻറ്റൻസിൽ ടെൻസ് ചേഞ്ച് വരുന്നില്ല. ഹീ സെസ് ഐ ആം ഡൂയിങ് മൈ വർക്ക്. ഇവിടെ പ്രോനൗൺസ് മാത്രം ചേഞ്ച് ചെയ്ത് നമുക്കിങ്ങനെ എഴുതാം. ഹീ സെസ് ദാറ്റ് ഹീ ഈസ് ഡൂയിങ് ഹിസ് വർക്ക്. ടെൻസിൽ ചേഞ്ച് വരുന്നില്ല. ഇനി ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസിൻ്റെ റിപ്പോർട്ടിംഗ് നോക്കാം. First of all, yes or no questions. Yes or no questions normally begin with an auxiliary. ഇവിടെ വരുന്ന ചേഞ്ചസ് നോക്കാം. ഒന്ന്, റിപ്പോർട്ടിംഗ് വെർബ് ആസ്റ്റ് ആണ്. ദാറ്റ് യൂസ് ചെയ്യേണ്ട. റിപ്പോർട്ടിംഗ് വെർബ് കഴിഞ്ഞ ഉടനെ ഇഫ് അല്ലെങ്കിൽ വെദർ കൊടുക്കുക. അത് കഴിഞ്ഞ് സബ്ജക്റ്റ്, പിന്നീട് വെർബ്. ഈ ഒരു ഓർഡർ കീപ്പ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഹീ സെറ്റ് ആർ യു റെഡി. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ റിപ്പോർട്ടിംഗ് വെർബ് ആസ്റ്റ് ആണ് കൊടുക്കേണ്ടുന്നത്. ഹീ ആസ്റ്റ്. അത് കഴിഞ്ഞ് ഇഫ് ഓർ വെദർ കൊടുക്കുക. ഇവിടെ ഇഫ് കൊടുക്കുന്നു. അത് കഴിഞ്ഞ് സബ്ജക്റ്റ്. ഇവിടെ യു ആണ് നമുക്ക് സബ്ജക്റ്റായിട്ട് കാണുന്നത്. പ്രോനൗൺ ചേഞ്ചായി ഐ വരും. അത് കഴിഞ്ഞ് ആറാണ് കിടക്കുന്നത്. അതിൻ്റെ പാസ്റ്റ് ടെൻസ് വാസ് ഓർ വെയർ ആണ്. ഐ സബ്ജക്റ്റ് വരുന്നതുകൊണ്ട് വാസ് കൊടുക്കുക. സോ ദ ഫൈനൽ സെൻറ്റൻസസ് ഹീ ആസ്റ്റ് ഇഫ് ഐ വാസ് റെഡി. ഇനി WH ക്വസ്റ്റ്യൻസ് നോക്കാം. റിപ്പോർട്ടിംഗ് വെർബ് ആസ്റ്റ് തന്നെയാണ്. WH വേർഡ് അതേപോലെ കീപ്പ് ചെയ്യുക. അത് കഴിഞ്ഞ് സബ്ജക്റ്റ്, പിന്നീട് വേർബ്. ഈ ഒരു ഓർഡർ ഫോളോ ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഹീ സെറ്റ് വേർ ഡു യു ലിവ്. ഇവിടെ റിപ്പോർട്ടിംഗ് വെർബ് ആസ്റ്റ് കൊടുക്കുക. വേർ അതുപോലെ റീറ്റെയിൻ ചെയ്യുക. സബ്ജക്റ്റ് യു മാറി ഐ വരും. ഡു ലിവ് എന്നത് പാസ്റ്റായ ഡിഡ് ലിവ്, അതായത് ലിവ്ഡ് ആയി മാറും. സോ ദ ആൻസർ ഇസ് ഹീ ആസ്റ്റ് വേർ ഐ ലിവ്ഡ്. ഇനി ഇമ്പറേറ്റീവ് സെൻറ്റൻസസ് എങ്ങനെ റിപ്പോർട്ട് ചെയ്യാം? ആസ് യു നോ, imperative sentences shows command, request, order, advice, suggestion, etc. So reporting verb ഇതിലേതെങ്കിലും ആകും. told, ordered, requested, advised, commanded അങ്ങനെ. ടെൻസിൽ നമ്മൾ ചേഞ്ച് വരുത്തരുത്. റിപ്പോർട്ടിംഗ് വേർബ് കഴിഞ്ഞ് ഒബ്ജക്റ്റ് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ, ആസ്, മീ, ഹെർ ഇങ്ങനെ വരും. ഒബ്ജക്റ്റ് കഴിഞ്ഞ് ദാറ്റിന് പകരം ടു കൊടുക്കുക. അത് കഴിഞ്ഞ് ആ പറഞ്ഞ കാര്യം അതുപോലെ എടുത്തെഴുതുക. ദ ടീച്ചർ സെറ്റ് സിറ്റ് ഡൗൺ. ദ ടീച്ചർ കഴിഞ്ഞ് റിപ്പോർട്ടിംഗ് വേർബായിട്ടുള്ള ടോൾഡ് നമുക്ക് കൊടുക്കാം. അത് കഴിഞ്ഞ് ഒബ്ജക്റ്റായിട്ട് അസ് കൊടുക്കാം. അത് കഴിഞ്ഞ് ടു, അത് കഴിഞ്ഞ് സിറ്റ് ഡൗൺ. ദ ടീച്ചർ ടോൾഡ് അസ് ടു സിറ്റ് ഡൗൺ. ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. ഷീ സെഡ് പ്ലീസ് ഹെൽപ്പ് മീ. പ്ലീസ് എന്ന വേർഡ് കാണുമ്പോൾ നമുക്കറിയാം അത് ഒരു റിക്വസ്റ്റ് ആണ്. അതുകൊണ്ട് റിപ്പോർട്ടിംഗ് വെർബ് റിക്വസ്റ്റഡ് എന്ന് കൊടുക്കുക. പിന്നെ അവിടുത്തെ പ്രോനൗൺ മീ മാറി ഹെർ ആകും. ഷീ റിക്വസ്റ്റഡ് മീ ടു ഹെൽപ്പ് ഹെർ എന്നാണ് ഇതിൻ്റെ ഫൈനൽ വേർഷൻ. ഇനി എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. റിപ്പോർട്ടിംഗ് വെർബ് എക്സ്ക്ലെയിംഡ്, വണ്ടേർഡ്, സർപ്രൈസ്ഡ്, പ്രൈസ്ഡ് ഒക്കെ കൊടുക്കാം. ഇനി ഈ സെൻറ്റൻസിൻ്റെ മൂഡ് അനുസരിച്ച് എക്സ്ക്ലെയിംഡ് വിത്ത് ജോയ്, എക്സ്ക്ലെയിംഡ് വിത്ത് സോറോ ഇങ്ങനെ മാറ്റി കൊടുക്കാം. റിപ്പോർട്ടിംഗ് വെർബ് കഴിഞ്ഞ് ദാറ്റ് കൊടുക്കണം.
ഇനി വാട്ട് ഓർ ഹൗ വെച്ച് തുടങ്ങുന്ന സെൻറ്റൻസുകളാണെങ്കിൽ ഇറ്റ് വാസ് എ എന്ന് റിപ്പോർട്ട് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഷീ സെഡ് വാട്ട് എ ബ്യൂട്ടിഫുൾ ഡേ. ഇതിൽ റിപ്പോർട്ടിംഗ് വേർബായിട്ട് എക്സ്ക്ലെയിംഡ് നമുക്ക് കൊടുക്കാം. വാട്ട് വെച്ച് തുടങ്ങുന്നത് കൊണ്ട് ഇറ്റ് വാസ് എ എന്ന് റിപ്പോർട്ട് ചെയ്യും. ഷീ എക്സ്ക്ലെയിം ദാറ്റ് ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ഡേ. അല്ലാത്ത സെൻറ്റൻസ് ഇൻ്റർജെക്ഷൻ ഡ്രോപ്പ് ചെയ്ത് ടെൻസ് ചേഞ്ച് ചെയ്യുക. ദേ സെഡ് ഹുറേ വി വൺ. അവിടെ ഹുറേ ഡ്രോപ്പ് ആക്കുക. വി വൺ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്, അത് പാസ്റ്റ് പെർഫെക്റ്റ് ആക്കുക. they exclaimed that they had won എന്ന് ആൻസർ വരും. Practice makes us perfect, so practice more. Here are some sample questions. Try doing it. Answers description കൊടുത്തിട്ടുണ്ട്. Thanks for watching.